കാണികൾ ഈ ചെക്കനെ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്തു. പക്ഷേ ഇവൻ തളരാതെ കരുത്തോടെ നിന്നു. മത്സരം തുടങ്ങിയപ്പോൾ ഇവൻ അതിവേഗം പന്ത് തട്ടിയെടുക്കുകയും നിരവധി കളിക്കാരെ വെട്ടിച്ച് മുന്നേറുകയും ചെയ്തു. പേടിയേതുമില്ലാതെ പെനാൽറ്റി ഏരിയയിലേക്ക് കുതിച്ചുകയറി ഇവൻ ഒരു മികച്ച ഗോൾ നേടി. ഇത്ര ചെറിയൊരു പയ്യന് ഇത്ര നന്നായി കളിക്കാൻ കഴിയുന്നത് കണ്ട് സ്റ്റേഡിയത്തിലെയും ടിവിയിലെയും ആരാധകർ ഞെട്ടിപ്പോയി. ആ നിമിഷം മുതൽ അവൻ ശ്രദ്ധാകേന്ദ്രമായി മാറി. ആത്മവിശ്വാസത്തോടും ശൈലിയോടും കൂടി അവൻ പന്ത് തട്ടുന്നത് തുടർന്നു. വീണ്ടും വീണ്ടും ഗോളുകൾ നേടി. വെറും 20 മിനിറ്റിനുള്ളിൽ അവൻ ഒരു ഹാട്രിക് പൂർത്തിയാക്കി. കരുത്തരായ ഫ്രഞ്ച് ടീമിനെ പരാജയപ്പെടുത്തി ബ്രസീലിനെ ഫൈനലിലെത്തിച്ചു. ഫൈനലിൽ ബ്രസീലിന് നേരിടേണ്ടി വന്നത് കരുത്തരായ സ്വീഡനെയായിരുന്നു. ബ്രസീൽ ജയിക്കുമെന്ന് ആരും വിശ്വസിച്ചില്ല. കോച്ചിന് പോലും വ്യക്തമായ പ്ലാൻ ഉണ്ടായിരുന്നില്ല. ടീം പ്രതീക്ഷയറ്റ നിലയിലായിരുന്നു. അവരുടെ ആവേശമുയർത്താൻ ആ ബാലൻ എല്ലാവരോടും ചേർന്ന് പന്ത് തട്ടിക്കൊണ്ട് ലൈറ്റ് ഹൌസ് വരെ പോകാൻ നിർദ്ദേശിച്ചു. ഈ ലളിതമായ പ്രവൃത്തി അവരുടെ ആത്മവിശ്വാസം തിരികെ കൊണ്ടുവന്നു. ഫൈനൽ മത്സരം ആരംഭിച്ചു. സ്വീഡൻ ആദ്യ ഗോൾ നേടി. മുൻപത്തെ മികച്ച പ്രകടനം കാരണം ആ പയ്യനെ അവർ ശക്തമായി ഫൗൾ ചെയ്യുന്നുണ്ടായിരുന്നു. കളി കഴിഞ്ഞുവെന്ന് കരുതി സ്വീഡിഷ് ആരാധകർ നേരത്തെ തന്നെ ആഘോഷം തുടങ്ങി. എന്നാൽ ബ്രസീലിയൻ ആരാധകരുടെ സങ്കടം നിറഞ്ഞ മുഖം കണ്ടപ്പോൾ അവന്റെ പോരാട്ടവീര്യം ഉണർന്നു. അവൻ വീണ്ടും കളിക്കാരെ വെട്ടിച്ച് പന്തുമായി മുന്നേറാൻ തുടങ്ങി. മികച്ച ടീം വർക്കിലൂടെ ബ്രസീൽ ഗോൾ അടിച്ചു. ആ പയ്യന്റെ നേതൃത്വത്തിൽ ബ്രസീൽ വീണ്ടും വീണ്ടും ആക്രമണിച്ചു കളിക്കുകയും കൂടുതൽ ഗോളുകൾ നേടുകയും ചെയ്തു. ഒടുവിൽ ആ ബാലൻ ഒരു ഹെഡറിലൂടെ ഗോൾ നേടി ബ്രസീൽ സ്വീഡനെ പരാജയപ്പെടുത്തി. ബ്രസീലിയൻ ആരാധകരുടെ കണ്ണുകൾ കണ്ണീരണിഞ്ഞു. എതിരാളികൾ പോലും അവരെ കൈയടിച്ചു അഭിനന്ദിച്ചു. അങ്ങനെ ഒരു പുതിയ ഫുട്ബോൾ ഇതിഹാസം പിറന്നു. അദ്ദേഹം ആരാണെന്ന് നിങ്ങൾക്കറിയാമോ?